വേൾഡ് കപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള ഫ്രണ്ട്ലി മത്സരത്തിലേക്ക് ഒരുങ്ങുകയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന. അർജന്റീനയുടെ ആദ്യ മത്സരം ഇന്നാണ് നടക്കുന്നത്. സാങ്കേതികമായി ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 മത്സരം. അർജന്റീനയുടെ എതിരാളികൾ ഹോണ്ടുറസ് ആണ്. നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരായ അർജന്റീന ഫിഫ റാങ്കിങ്ങിലെ 66-ാം സ്ഥാനക്കാരായ ഹോണ്ടുറസുമായി ഏറ്റുമുട്ടുകയാണ്. നിലവിൽ വേൾഡ് കപ്പിന് മുന്നോടിയായി സ്കലോണിക്ക് തൻ്റെ ഫസ്റ്റ് 11 തീരുമാനിക്കാനുള്ള മത്സരങ്ങൾ കൂടിയായിരിക്കും വരാനിരിക്കുന്ന ഫ്രണ്ട്ലി മത്സരവും ഈ ഫ്രണ്ട്ലി മത്സരവുമെല്ലാം. പല താരങ്ങൾക്കും ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തന്നെ എല്ലാ താരങ്ങളെയും സ്കലോണിക്കിന്ന് ലഭ്യമാകില്ല. അർജന്റീന സൂപ്പർ താരമായ ലിയോ മെസ്സി കളിക്കുമോ? ഒരു ചോദ്യമുണ്ട്. ലിയോ മെസ്സി അല്പസമയമെങ്കിലും കളത്തിലിറങ്ങും. പക്ഷേ ഹോണ്ടുറസിനെതിരെയാണോ ഐസ്ലാൻഡിനെതിരെയാണോ എന്ന് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഫ്രണ്ട്ലി മത്സരത്തിൽ ലിയോ അല്പസമയമെങ്കിലും കളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഹോണ്ടുറസിനെതിരെ ഇന്നായിരിക്കാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഐസ്ലാൻഡിനെതിരായുള്ള പോരാട്ടമായിരിക്കാം. ഏതായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ഇന്ന് അർജന്റീന ഇറങ്ങാൻ സാധ്യതയുള്ള വമ്പൻ 11 എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് ജെർണിമോ റൂളി ആയിരിക്കും. പ്രതിരോധത്തിൽ റൈറ്റ് ബാക്ക് പൊസിഷനിൽ 26 അംഗ സ്ക്വാഡിൽ പോലും ഇല്ലാത്ത കബിൽഡോയെ സ്കലോണി ഉൾപ്പെടുത്തിയേക്കും. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ഒട്ടാമെൻഡി, ലിസാൻഡ്രോ മാർട്ടിനസ്, ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ കരുത്തുറ്റ 3 പേർ തന്നെയായിരിക്കും. എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡിപോൾ. സ്ട്രൈക്കർമാരിൽ ഒരു AMF പൊസിഷനിൽ സൂപ്പർ താരമായ തിയാഗോ അൽമേഡയായിരിക്കും. മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പകരാൻ ലൗത്തോരോ മാർട്ടിനസും മാനുവൽ ലോപ്പസുമായിരിക്കും കളിക്കാൻ ഇറങ്ങുക. ഏതായാലും സ്കലോണി ഒരു മികച്ച 11 തന്നെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.